ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു കിടുക്കാറ്റ് ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. എത്ര നാളായില്ലേ മൃദുലെ ചലഞ്ച് ഒക്കെ ചെയ്തിട്ട്? ചലഞ്ച് ചെയ്ത് അടിയാ അടിച്ചത് മുതുപൊളിക്കുന്നു. ഇന്നത്തെ ചലഞ്ച് അടിച്ചു പൊളി മുതുപൊളി, അതാണ് ഇന്നത്തെ ചലഞ്ച് സുഹൃത്തുക്കളെ. അല്ല, ഇപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുക. അതുകൊണ്ട് ഇങ്ങനെ കടിക്കാം, എങ്ങനെ അടിക്കണം എന്ന് വെച്ചാൽ അടിക്കാം കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ പലതരത്തിലും അടിക്കണുണ്ട്. അങ്ങനെയൊക്കെ ഒരു വർത്താനം. അടിയല്ല ചലഞ്ച്, എന്തോന്നറിയോ? സൈലന്റ് ഫുഡ് ഈറ്റിംഗ് ചലഞ്ച്. അതെ ഗൈസ്, ക്രിസ്പി ആയിട്ടുള്ള ശബ്ദം ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് സൈലന്റ് ആയിട്ട് ഭയങ്കര ക്ഷമയോടുകൂടി പെതുക്കെ ശബ്ദം പുറത്ത് കേൾക്കാതെ നമ്മൾ കഴിക്കണം. അതാണ് ടാസ്ക്. ഇൻ കേസ് അതിനകത്ത് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മുതുവാരിക്ക്. എനിക്കാണെങ്കിൽ ഫുഡ് കിട്ടിയാൽ ഞാൻ വേഗം തിന്നു തീർക്കും. നമ്മള് ബൗൾക്കൊക്കെ ചവയ്ക്കുന്നതിനെ പല രീതിയിൽ ചവയ്ക്കുന്ന ആൾക്കാരുണ്ട്. ശബ്ദം കേൾപ്പിച്ച് ചവയ്ക്കുന്നവരുണ്ട്. നമ്മള് സ്കോർ ബോർഡിന് വേണ്ടി എടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പം എമ്മും പിയും ഈ സംഭൂട്ട അമ്മയുടെ അടുത്ത് നല്ല ഉറക്കമാണ് സുഹൃത്തുക്കളെ. അല്ല, അവ ഇവിടെ ഉണ്ടെങ്കിൽ അലച്ച ഈ തിന്നുന്ന സൗണ്ട് അവൻ കലയുന്ന സൗണ്ടിൽ മിക്സ് ആയി പോകും. പിന്നെ ഓൾ ദ ബെസ്റ്റ്, അതാണ് എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ള. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, എന്റെ അടി വാങ്ങിച്ച് കൂട്ടല്ലേ, എന്റെ അടി വാങ്ങിച്ച് കൂട്ടരുത്, അതാണ് എനിക്കും പറയാനുള്ളത്. ഇനി ഭർത്താവിനെ തല്ലി എന്നുള്ള പേര് എനിക്ക് വാങ്ങിച്ച് തരല്ലേ. ഓക്കെ, ഫസ്റ്റ് ഐറ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, കുക്കുംബർ. ഹെൽത്തി ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് എങ്ങനെ ശബ്ദമില്ലാതെ നീ കഴിക്കും? ശബ്ദം കേൾക്കും, പല്ലിറങ്ങിയില്ല, പല്ലിന്റെ പാട് മാത്രമേ ഉള്ളൂ. സീരിയസ്ലി എന്റെ മോളെ, അവള് ഇത്രയും കടിച്ചെടുത്ത കേട്ടോ. കഴിക്കാൻ വേണം. അത് സൗണ്ട് ഉണ്ടാകല്ലേ. ഞാൻ കഴിക്കും, പക്ഷെ സമയം എടുക്കുന്നേ ഉള്ളൂ. ഒരു ദിവസം നിന്നോട് ഇത് മൊത്തം തിന്ന് തീർക്കണമെങ്കിൽ ഇങ്ങനെ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. അമ്മയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് ചെറുതായിട്ടല്ലേ. അത് പിന്നെ കടിക്കുമ്പോ സ്വന്തമായിട്ട് നിന്ന്. എങ്ങനെയുണ്ട്? പല്ലുവേദന, മോണവേദന ഉണ്ടോ? എന്തോ 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 ആദ്യത്തടി. അതിന് കഴിവ് വേണം. വലുതായിട്ടന അടിച്ച് എന്നാലും സൗണ്ട് കേട്ട് പാവില്ല. ആദ്യത്തെ ആയതുകൊണ്ട് വിട്ടേക്കുന്നു. ഇതെങ്ങനെ സൗണ്ട് ഇല്ലാതെ തിന്നാ മതി. ഇത് സൗണ്ട് ഇല്ലാതെ തന്നെ എളുപ്പം. ക്രിസ്പി അല്ലല്ലോ. സൗണ്ട് ഇല്ലാതെ തന്നെ എളുപ്പമെന്നാണ് നീ പറയണ, പക്ഷെ അങ്ങനെയല്ല തിന്നേണ്ടത്. ഇനി സൗണ്ട് ഇല്ലാതെ ഊറിയിട്. സൗണ്ട് ഇല്ലാതെ ഊറി എടുക്കണം. ഊറി അത് ട്രൈ ചെയ്യ്. വരണം വരണം. അയ്യോ, ഇത് ഒട്ടിപ്പോയി. ഇതിപ്പോ തിന്നേനെ. സൗണ്ട് ഇല്ലാതെ ഉറിഞ്ഞെടുക്കണം. സൗണ്ട് 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 ഇല്ലാതെ. ഇല്ല, സൗണ്ട് കേട്ടാ. സൗണ്ട് കേട്ട്, സീരിയസ്ലി സൗണ്ട് കേട്ട്. ഫ്ലോപ്പ് ആയേ. ഈ സൗണ്ട് ഇല്ലാതെ നൂറ് എടുത്ത് കാണിയത്. ഞാൻ എടുത്തുതരാം, വെയിറ്റ് ചെയ്യ്. ഇത് കറക്റ്റ് കിട്ടിയടേ. അത് ഒറ്റയ്ക്കുള്ളോണ്ടാ. അപ്പൊ എന്നെ അടിച്ചടി തിരിച്ചെടുക്കൂ. ഞാൻ ഒറ്റയ്ക്കൊന്ന് വിളിച്ചു നോക്കട്ടെ. ഞാൻ ജയിച്ച് ഒരു ശബ്ദം പുറത്ത് കേട്ടിട്ടില്ല. ഒരു ശബ്ദം. അതെ, ഒന്നായതുകൊണ്ട് ഉറിഞ്ചെടുക്കാൻ എളുപ്പമായിരുന്നായിരിക്കും. ഞാൻ ഇല്ല തോനെ എല്ലാം കൂടെ. അതെ, എനിക്ക് പോയിന്റ്, എനിക്ക് സീറോ. ചെറുതായിട്ട് കേട്ട് ഇന്ന് കേട്ട് മാറിപ്പോ അങ്ങോട്ട്. ഞാൻ ലിപ്സ്റ്റിക്ക് പറ്റാതെ ഉറിഞ്ചുന്നത് കൊണ്ടാ. റൗണ്ട് 3 1-1 ഗയ്സ്. ഞാൻ തിരിച്ചു പിടിക്കും. ഞാൻ തിരിച്ചു പിടിക്കും. ഇതിനൊരു ട്രിക്ക് ഉണ്ട്, നിങ്ങൾക്ക് അറിയാവോ? ലേസ് സൗണ്ട് ഇല്ലാതെ തിന്നാനൊരു ട്രിക്ക് ഉണ്ട്. ഇത് ഏട്ടാ ആദ്യം സ്റ്റാർട്ട് ചെയ്യും. നീ ഓക്കെ, നല്ല പീസാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് വായിട്ടിട്ട് നാളെ വരെ ഉറിഞ്ഞിരുന്ന മതിയാ. ഇല്ല, മിഠായൊക്കെ ഇട്ട് അരിച്ചിട്ട് നടക്ക്. എന്തോ എന്ത് ചെയ്യുവാ? ഒരു അവസരവും ഇല്ല. ശരി, ഞാൻ എടുത്തരും. ഇപ്രാവശ്യം ഞാൻ എടുത്തരും. വിരിഞ്ഞിറക്കിയ തൊണ്ടയിൽ വല്ലതും കുത്തി ചത്തു.
ഇത് മുതുക്ക് പീസ്. അത് അത് തന്നെയായിരുന്നു എന്റെ ട്രിക്ക്. അത് വായിലിട്ട് നനച്ചു കഴിഞ്ഞാൽ പിന്നെ കടിക്കുന്ന സൗണ്ട് കേൾക്കൂല. അല്ല കടിച്ചു തന്നെ പറ്റൂ. കടി ആദ്യമായിട്ടായിരിക്കും മനുഷ്യൻ ആഹാരം കഴിക്കുന്നതിന് അടിക്കുന്നത്. എന്താ വേണ്ട എങ്ങനെ ഇരിക്കണം? എന്റെ പാത്രം വലുതല്ല. ഒരെണ്ണം അളന്ന് നോക്കുന്ന ഏട്ടൻ മണ്ണലാ. ഏട്ടൻ അലക്കുന്ന സൗണ്ട് കേട്ട് ഞാൻ കടിക്കുന്ന സൗണ്ട് ഏട്ടൻ കേൾക്കത്തില്ല. അത് പണിഷ്മെന്റ്. ഇത് ഒരു സമാധിയായ ഇപ്പൊ സമാധിയ ട്രെൻഡ്. സമാധിയായിട്ടിരിക്കുന്നു. സമാധി 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 സമാധി. ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്ന പോലെ തിന്നിറക്കിട്ട് വാ കാണിക്കണം. ഇവള് വായി വെച്ചത് എന്തോ നീ മാജിക് ചെയ്യുന്ന ഇവിടെ അലിച്ചടെ വായിക്കാ. ഗ്രൈൻഡറോ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് അകത്ത്. ഈ പെണ്ണും വല്ല വിഴുങ്ങിട്ട് ഞാൻ തന്നെ രാത്രി ഇത് ആശുപത്രി കൊണ്ടുപോണ്ടി വരുമെന്ന് തോന്നുന്നേട്ടാ. അല്ല സീരിയസ്ലി അത് വലിയ സ്കില്ലായിരുന്നു കേട്ടാ. 5 രൂപയുടെ പാക്കറ്റ് ലേസ് വാങ്ങിച്ചിട്ടേ പെട്ടെന്ന് തീർന്നു പോയല്ലോ. അതുകൊണ്ട് വായിലിട്ട് അലിച്ച് പതിയെ അയ്യേ എച്ചി പരിശ് മാറക്കോട്ട്. പണ്ട് കുഞ്ഞിനായാലും എച്ചല്ലേ ഒരു 5 രൂപയുടെ ലേസ് വാങ്ങിച്ചിട്ട് 1.5 മണിക്കൂർ വായിക്കാത്തിട്ട് അലിച്ചിന്നൊക്കെ പറഞ്ഞ പണ്ടൊരു ചൊല്ലുണ്ട്. ഒരു കഷ്ണം ചാള ഒരു പൂച്ച എടുത്തോണ്ട് പോയിട്ട് 5-6 കിലോമീറ്റർ അതിന്റെ പുറകെ ഓടിയത് ഇക്ലി വരുത്തി അതിന് ഛർദിപ്പിച്ച് അത് എടുത്തോണ്ട് പോയിട്ട് വീട്ടിൽ കൊണ്ട് വറുത്തു. ഞാൻ സപ്പോർട്ട് ചെയ്തോണ്ട് ഹാഫ് പോയിന്റ് എനിക്ക് വരൂ. ഇല്ല തരത്തില്ല. നെക്സ്റ്റ് ഐറ്റം എന്താ? അയ്യോ ഇത് ഞാൻ എങ്ങനെ വിഴുങ്ങും ദൈവമേ. ശർക്കര വരട്ടി. ഇത് വിഴുകി കഴിഞ്ഞാൽ നോട്ടല്ലേ മൃദുലേ. മെഡിക്കൽ കോളേജ് പഠിത്തല്ലേ? അടുത്ത മെഡിക്കൽ കോളേജ് അടുത്തോണ്ട് കുഴപ്പമില്ല. സൗണ്ട് ഇല്ലാതെ പൊട്ടിയതാ കവർ. പൊട്ടിയതേ അങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങി എന്നിട്ട് കൂവ്. എന്തിന്? വരിക്കായി. ഭയങ്കര ഇഷ്ടോട്ടെ ചക്രവർത്തി. പാറക്കല്ലോലിരിക്കുക. ഇതെങ്ങനെ അടിച്ചു പൊട്ടിക്കാന്ന്. കടിക്കാനും പെടുന്നില്ല പിഴുങ്ങാനും പെടുന്നില്ല. ഇതൊക്കെ എവിടുന്ന് കൊണ്ടുവരുന്നു ഇതൊക്കെ? അടിപൊളിയാ. ഇത് ചിരിമിണി ടാലന്റൊന്നും അല്ല കൈസി. തീറ്റി എന്നുള്ള കാര്യത്തില് ഇവള് PhD എടുത്താണ്ട്. അയ്യോ ചക്കരവരട്ടിയൊക്കെ ഒരു ശബ്ദം ഇല്ലാതെ എല്ലാവരും ചേർന്ന് എന്നെ അങ്ങ് തീറ്റിപ്പണ്ടാരാക്കില്ല ദൈവമേ. എങ്ങനെ മൃദുല സാധിക്കുന്നു ഇതൊക്കെ? അയ്യോ ഞാൻ ഒരു അവാർഡ് എടുത്തു തരട്ടെ. ബെസ്റ്റ് ഇതിനുള്ള സൈലന്റ് ഈറ്ററിനുള്ള. പൊട്ടിച്ചാ എങ്ങനെ അടി പൊട്ടിച്ചേ? ഒരു ശബ്ദവും കേട്ടില്ലടാ ഞാൻ. എന്നാ വെച്ചോ അവാർഡ്. അമ്മ ഇത് എങ്ങനെ ഈ ഐറ്റത്തിന് എവിടുന്ന ജൂപ്പിറ്ററിൽ നല്ല കുത്തിയിട്ടാണ്? അവാർഡ് എനിക്ക് ആവശ്യം വരും. അതും കേട്ടു. ഇതൊക്കെ എന്റെ വിശേഷം സുഖങ്ങളൊക്കെ തന്നെ. എവിടെ പോവാ? ശൃംഗാരം ഒരു കടി കടിക്കാറുണ്ട്. കടി ഞങ്ങള് അവര് കേട്ടെന്ന് പറഞ്ഞൂടെ ഞാൻ കേട്ട് അടിക്കും ഞാൻ. അത് എന്റെ കയ്യിൽ നിന്നുണ്ട് കൊണ്ട് ഞങ്ങൾ അവിടെ നിരിച്ചാണല്ലോ. വെൽക്കം ബാക്ക്. അങ്ങോട്ട് നോക്കി പറ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക്. എടാ ക്യാമറ നോക്കടാ. അവൻ ലൈറ്റ് ആയിട്ട് നോക്കുന്നേ. ഹലോ ഗായ്സ് പറ. അമ്മ നോക്കടോ. ഹലോ ഗായ്സ് പറ. എന്നാ അമ്മച്ചിക്ക് അമ്മയുടെ വായിക്കാത്ത മക്കളെ ഗ്രൈൻഡർ. അമ്മയുടെ വായിക്കാത്ത ഗ്രൈൻഡർ. എങ്ങോട്ടായി നോക്കുന്നേ? അവൻ ലൈറ്റ് വെട്ടത്തിലോട്ട്. എങ്ങോട്ടായി നോക്കുന്നേ? എങ്ങോട്ടായി നോക്കുന്നേ? നിങ്ങൾ ഇച്ചിരി സൗണ്ട് ഉണ്ടാക്കുവോ? നിങ്ങൾ ഇച്ചിരി സൗണ്ട് ഉണ്ടാക്കുവോ? അമ്മയെ വിളിച്ചോളൂ. അമ്മേ കൂടെ കൂടെ വിളിക്കുമല്ലോ അമ്മേ. നെക്സ്റ്റ് ഐറ്റം ഇതൊരു പോർഷൻ ആണല്ലേ? വൺ പോർഷൻ. സിമ്പിൾ, സോ സിമ്പിൾ.
കാശിനും പഴുതയും കണ്ടു അയ്യോ അവിടെ ചെന്നിരിക്കും. കടി അതുപോലെ പറ്റുമോ? എന്റെ ട്രിക്ക് പിടിച്ച ഏട്ടാ, എന്റെ ട്രിക്ക് പിടിച്ച് ഉറങ്ങിയോ ഏട്ടാ? അയ്യടാ പോന്നെ. പോട്ട് ഏട്ടാ അല്ല, അവന് തട്ടി കൊടുക്കുന്ന പോലെ തട്ടിത്തരാം. അത്രയും വലുതാ? അതെ, ഡോക്ടറിനെ വിളി. ഇവിടെ ഇരിക്കുവാ. വെള്ളം വേണോ? ശരി, വെള്ളം. ഇത് ഒരുമാതിരി ചലഞ്ചായി പോയി. ഇത് ആരും കൊണ്ടുവന്നത്? ഞാനല്ലേ? അയ്യോ, എന്റെ ബുദ്ധിയായി പോയി. ഇല്ലെങ്കിൽ നോക്കിയോ. സുഭാഷേ തള്ള, ഇതെന്തൊരു ഇടക്കൽ ഗുഹേ. ഞാൻ ചിരിപ്പിക്കും. പക്ഷേ ഏട്ട സൗണ്ട് വെച്ചാൽ ഞാൻ കടിക്കുന്ന അത് ഞാൻ കേട്ടോളാം. എനിക്ക് നല്ല കേവിയാ. ശബ്ദം കേട്ട് എന്തായാലും അടിച്ചില്ല, ഞാൻ തിന്നും. ഗൈസ്, നെക്സ്റ്റ് ഐറ്റം മുറുക്ക്. ഗൈസ്, എന്തോ എങ്ങനെ? പറ്റൂല, അത് പറ്റൂല. മുറുക്ക് ശബ്ദമില്ലാതെ തിന്നാനായിട്ട് ഞാൻ എന്തോന്ന്, ഞാൻ എലിയാ. ഞാൻ കറണ്ട് പഴം വാങ്ങിച്ച പോരായിരുന്നാ? സ്ക്വിഡ് ഗെയിമിലൊക്കെ ഇങ്ങനെ വക്കിയ തിന്നുന്നവര്. ഞാനേ ഇതെന്തോ ഒരു മനുഷ്യജീവി അല്ല ഇത്. ഇതിൽ അവിടുന്ന് ജൂപ്പിറ്ററിൽ നിന്നെങ്ങാണ്ട് അവളെ അമ്മച്ചിന് കുത്തിയിട്ട ഏറ്റത്തിന്. അല്ലാതെ ഇനി ഇത് മനുഷ്യജീവി ഒരു ചാൻസും ഇല്ലത്. എന്റെ പള്ളി പൊട്ടിച്ച് കാഴ്ചത്. ദൈവത്തെ ഓർത്ത് വിഴുങ്ങി ഇറക്കി തൊണ്ടയെ കുത്തിവെക്കല്ലേ. ചലഞ്ചൊക്കെ കുഴപ്പമില്ല, നമുക്ക് നാളെ ജയിക്കാം. ഇത് കഴിച്ചെങ്കിലും ഇത് പോയിന്റ് കൊടുക്കാൻ പറ്റത്തില്ല. ചവച്ചിലാശ ശബ്ദം കേട്ട് ഞാൻ മനപ്പൂർവ്വം കേൾപ്പിച്ചതോ, സമയം പോകുന്നു. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. 1 2 3 4 കൈ മൃദുല തന്നെ ജയിച്ചത് കേട്ടാ. 5 പോയിന്റുകൾ. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഗ്രൈൻഡർ. എന്തോ ചലഞ്ചസിലൊക്കെ ജയിച്ചില്ലെങ്കിൽ ഒരു വല്ലാതെ. അപ്പൊ ഗായ്സ്, എന്തായാലും നമ്മുടെ ഹാപ്പി ആയിട്ട് ഈ ഒരു വ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് സുഹൃത്തുക്കളെ. അപ്പം ഹോപ്പ് ഗായ്സ് നിങ്ങൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ എന്തായാലും നല്ല വെറൈറ്റി എന്തെങ്കിലും ചലഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ നിങ്ങളും കമന്റ് ചെയ്യും. അപ്പൊ ഹോപ്പ് ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലുള്ള ബൈ.